തിയേറ്ററിൽ തന്നെ കാണാനുള്ള നല്ല പടമാണ്. ഫീൽ ഗുഡാ. 96-ന് ശേഷം ഏറെക്കുറെ അതുപോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് സാധനം വരുന്നുണ്ടെങ്കിലും നല്ല രസമാണ് തിയേറ്ററിൽ കാണാൻ. എല്ലാവരും നല്ല അഭിനയിച്ചു. മ്യൂസിക്കാണ് ഏറ്റവും എനിക്കിഷ്ടം. മ്യൂസിക്കാണ് ഏറ്റവും നന്നായിട്ട് എല്ലാവരും നന്നായിട്ട്. 96-ന് ശേഷം വരുന്നൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലത്തെ ഒരു ടീമിൽ പോകുന്ന മൂവിയാണ്. ഒരു നാട്ടിൻപുറം കഥ. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കൊള്ളാം. അന്ന് കാണുന്നതിൽ നഷ്ടമില്ല. ആക്ടിങ് അടിപൊളി. ഡയറക്ഷൻ പ്രേംകുമാർ ഓക്കെയാണ്. സമയം പോയി അറിഞ്ഞില്ല. നല്ല പടം. ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാം. അഭിനയമൊക്കെ ഓക്കെയാണ്. എസ്പെഷ്യലി കാർത്തി ഓക്കെയാണ്. പുള്ളിയുടെ ആക്ടിങ് ഡിറക്ഷനും 96 നമ്മൾ കണ്ട പോലെ തന്നെയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. ഉറപ്പായിട്ടും കാണാവുന്നത്. നല്ല ഫീൽ ഗുഡ് സ്ലോ പേസ്ഡ് പോയറ്റിക് പടം. നല്ല പടം. കൊള്ളാം. നല്ല പടം. അടിപൊളി. ഫീൽ ഗുഡ് ടൈപ്പ് അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു വൈബ് പടമാണ്. നല്ല ശരിക്കും പറഞ്ഞാൽ 96-ന് ശേഷം ഇങ്ങനെ ഒരു പടം വരുന്നത് ഒറ്റവാക്കി പറഞ്ഞ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാർത്തിയും അരുൺസ്വാമിയും ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. കൺഫേം ടിക്കറ്റ് എടുക്കുക, കാണുക, എൻജോയ് ചെയ്യുക. അത്ര ഉള്ളൂ. 3 മണിക്കൂർ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. 3 മണിക്കൂറുണ്ടോ അവിടെ? 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ആ സമയം പോകുന്നതെന്ന് അറിയത്തൊന്നുമില്ല. എൻഗേജിങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. അത്രേ ഉള്ളൂ. അത് നമ്മളങ്ങനെ പൊട്ടിക്കരയുക എന്നുള്ളതല്ല. ഒരു ഇമോഷണൽ പേഴ്സൺ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാതെ നമ്മുടെ കണ്ണിന് വെള്ളം വന്നു പോകും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. വർത്താണ്. അല്ല, അതേ അഭിപ്രായം തന്നെയാണ്. വെൽ റിട്ടൺ, വെൽ ഷോട്ട്. മ്യൂസിക് വൈസ് വലിയ രീതിയിൽ എലിവേഷൻ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ബാലൻസ്ഡ്. അത് തന്നെയാണ്. 3 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് OTT വന്നു കഴിഞ്ഞിട്ട് ഇത് ക്രിഞ്ചെന്ന് വിളിക്കാനുള്ള ആൾക്കാരും കാണും. സോ അതിനെപ്പറ്റി വലിയ അഭിപ്രായമില്ല. കാണുക, എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യില്ലെങ്കിൽ ബാക്കിയുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക. കീപ് ദി ഒപ്പീനിയൻസ് ടു യുവർ സെൽഫ്.